ബുന്ദേൽഖണ്ഡിന്റെ ചുട്ടുപൊള്ളുന്ന മണ്ണിൽ കാറ്റടിക്കുമ്പോൾ ഇന്നും പഴയ യുദ്ധവീര്യത്തിന്റെ ഗന്ധം വരാറുണ്ട്. അവിടെ പന്ന ജില്ലയിലെ ഒരു ചെറിയ മൈതാനത്ത് വെളുത്ത വസ്ത്രമണിഞ്ഞ ഒരു വയോധികനെ കാണാം, ഭഗവന്താസ് രാഘ്വാർ. കയ്യിലൊരു ലാത്തിയുമായി നിൽക്കുന്ന അദ്ദേഹത്തിന് പ്രായം 80 കഴിഞ്ഞു, പക്ഷേ ആ കണ്ണുകളിലെ തിളക്കത്തിന് 20ന്റെ കരുത്തുണ്ട്. 60 വർഷങ്ങൾക്ക് മുൻപ് തന്റെ കൗമാരപ്രായത്തിൽ തുടങ്ങിയതാണ് അദ്ദേഹം ഈ യാത്ര. അന്നത്തെ കാലത്ത് ബുന്ദേലി ആയോധനകല എന്നത് വെറുമൊരു കായിക വിനോദമായിരുന്നില്ല, മറിച്ച് അത് ആ മണ്ണിന്റെ അഭിമാനമായിരുന്നു. കാലം മാറി, ചുറ്റുമുള്ളവർ ആധുനികതയുടെ പിന്നാലെ പാഞ്ഞു. തോക്കുകളും യന്ത്രങ്ങളും വന്നപ്പോൾ പഴയ വാൾപ്പയറ്റും ലാത്തിക്കളുമൊക്കെ വെറും തമാശയായി പലരും തള്ളിക്കളഞ്ഞു. എന്നാൽ ഭഗവന്താസ് മാത്രം പിന്തിരിഞ്ഞില്ല. തന്റെ പൂർവികർ പകർന്നു നൽകിയ ഈ വിദ്യ അസ്തമിച്ചു പോകാൻ അദ്ദേഹം അനുവദിച്ചില്ല. പലപ്പോഴും ദാരിദ്ര്യം അദ്ദേഹത്തിന്റെ വാതിലിൽ മുട്ടിയിട്ടുണ്ട്. ജീവിതത്തിന്റെ രണ്ടറ്റവും മുട്ടിക്കാൻ കഷ്ടപ്പെടുമ്പോഴും പുലർച്ചെ 5 മണിക്ക് ലാത്തിയുമായി മൈതാനത്തിറങ്ങാൻ അദ്ദേഹം മറന്നില്ല. ലാത്തി വായുവിൽ ചുറ്റുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദം അദ്ദേഹത്തിന് സംഗീതമായിരുന്നു. ഇന്ന് മുടി നരച്ചു, ചർമ്മം ചുളിഞ്ഞു, പക്ഷേ ആ ലാത്തി കയ്യിലെടുത്താൽ ഭഗവന്താസ് മറ്റൊരു മനുഷ്യനാകും. മിന്നൽ വേഗത്തിൽ വടി വായുവിൽ കറങ്ങുമ്പോൾ കാണുന്നവന്റെ കണ്ണ് തള്ളും. യുവത്വം തുളുമ്പുന്ന കുട്ടികൾ പോലും അദ്ദേഹത്തിന്റെ വേഗക്ക് മുന്നിൽ കിതച്ചുപോകും. ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെയാണ് അദ്ദേഹം ആയിരക്കണക്കിന് യുവാക്കളെ ഈ കല പതിപ്പിക്കുന്നത്. ഇതൊരു വിദ്യയല്ല, ഇതൊരു സംസ്കാരമാണ്, അത് മരിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. വാർദ്ധക്യം ഒരു തളർച്ചയല്ലെന്നും നിശ്ചിതാർഢ്യമുണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധിയെയും നേരിടാമെന്നും അദ്ദേഹത്തിന്റെ ഓരോ ചലനവും ലോകത്തോട് വിളിച്ചു പറയുന്നു. തന്റെ അവസാന ശ്വാസം വരെ ഈ മണ്ണിൽ ബുന്ദേലി വീര്യം മുഴങ്ങിക്കേൾക്കണമെന്ന ആഗ്രഹത്തോടെ അദ്ദേഹം ഇന്നും ആ ലാത്തി ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു മനുഷ്യന് മുന്നിൽ കാലം പോലും വഴിമാറിക്കൊടുക്കുമെന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് ഭഗവന്താസ്. ഇൻസ്പയർഡ് സ്റ്റോറി ബൈ ലെക്ചർ നോട്ട്സ് ബൈ ആദി.